Then we are moving to question number 13. In question number 13, ചോദ്യം നോക്കാം. The de Broglie wavelength, that means question is from dual nature of matter and radiation. De Broglie wavelength of an electron is the same as that of photon. De Broglie wavelength of electronum ഫോട്ടോണിന്റെയും വേവ് ലെങ്ത് സെയിം ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ പഠിച്ച ഒരു റിസൾട്ട് നിങ്ങളെ മനസ്സിലേക്ക് ഓടി വരണം. വേവ് ലെങ്ത് സെയിം ആണെങ്കിൽ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ടു കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്നുണ്ട്. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ V ഡിവൈഡ് ബൈ 2C എന്നുള്ള റിലേഷൻ നിങ്ങൾ പഠിക്കുന്നുണ്ട്. യു റിമെമ്പർ? ആ റിലേഷനിൽ ഡയറക്റ്റ് അറിയുന്ന മക്കൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ക്വസ്റ്റിൽ പറയുന്നുണ്ട് വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 25% ഓഫ് സ്പീഡ് ഓഫ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ദാറ്റ് മീൻ 25/100 എന്ന് പറഞ്ഞാൽ V = C/4 എന്ന് നിങ്ങൾ ആ ഇക്വേഷനിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ആ ഇക്വേഷൻ എങ്ങനെയാണ് വന്നതെന്ന് അറിയാൻ താല്പര്യമുള്ള മക്കൾക്ക് വേണ്ടി ഞാൻ ആ ഒരു പോയിന്റ് പറയാം. അതായത് നമുക്കറിയാം എനർജി ഓഫ് ഫോട്ടോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം HC ഡിവൈഡ് ബൈ ലാംഡയാണ്. സോ വാട്ട് ഇസ് ലാംഡ? HC ഡിവൈഡ് ബൈ EP എന്ന് നിങ്ങൾക്ക് എഴുതി കൂടെ. ദിസ് ഈസ് ഫോട്ടോൺ വേവ് ലെങ്ത്. ദെൻ നമ്മൾ പഠിച്ച വേറൊരു പോയിന്റ് ആണ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കേണ്ടത് H/mv. സോ മുകളിൽ ഞാൻ V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ V² ആവും. മുകളിലും താഴത്ത് V കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ V² ആവും. ഇവിടെ 2ഉം താഴത്ത് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ half mv² can be written as hv divided by 2 into kinetic energy of electron എഴുതി കൂടെ. സോ ലാംഡ ഈസ് ഈക്വൽ ടു hv divided by 2ke. ദെൻ ഇവിടെ ഞാൻ ഇതാ ke എഴുതുന്നുണ്ട് കേട്ടോ. സോ രണ്ടിന്റെയും വേവ് ലെങ്ത് സെയിം ആണെന്ന് പറയുന്നുണ്ട്. സോ ജസ്റ്റ് ഇക്വേറ്റ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? hc divided by kinetic energy of photon is equal to hv divided by 2 into kinetic energy of electron. So kinetic energy of electron divided by kinetic energy of photon എന്ന് പറഞ്ഞാൽ h കട്ട് ചെയ്യുകയാണെങ്കിൽ V divided by 2C എന്ന് വരും. സോ ഈ റിലേഷൻ ഇങ്ങനെയാണ് എത്തിയിരിക്കുന്നത്. സോ ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കുമ്പോൾ Vക്ക് C/4 into 2C കട്ട് ചെയ്യുമ്പോൾ CC കട്ട് ചെയ്താൽ 4 into 2 that will give 1/8. So the answer is option 2. സോ നിങ്ങൾ ആ റിസൾട്ട് പഠിക്കുന്നത് വളരെ നല്ലതാണ്.